ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിയോ ഉഴുന്നൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അപ്പമാണ്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തലേദിവസം മാവ് അരച്ച് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതേ രീതിയിൽ നമ്മൾ അപ്പത്തിന് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ദോശ ചുട്ടെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മളിങ്ങനെ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. ഈ അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതൊക്കെ ആയ അരിപ്പൊടി നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അരിപ്പൊടിയുടെ കൂടെ നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഈ അപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1.5 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നേർപകുതിയായിട്ട് വേണം തേങ്ങ എടുക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടെക്സ്ചറിൽ നമ്മുടെ അപ്പം നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു 1/2 കപ്പോളം ചോറാണ്. അത് വൈറ്റ് റൈസോ ബ്രൗൺ റൈസോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് വൈറ്റ് റൈസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് മാത്രം ഈസ്റ്റാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ മാവ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയം വെക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് അപ്പം സോഡയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അപ്പം നല്ല പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഓൾറെഡി ആദ്യം മിക്സിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സാക്കി എടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് മാവൊക്കെ ഞാനിവിടെ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അത് നല്ലപോലെ പൊങ്ങി വരുമ്പോൾ അത്യാവശ്യം നല്ല ദോശമാവിൻ്റെ ഒക്കെ പരുവായിട്ട് വരും. ഇപ്പോൾ മാവ് ഞാൻ ഇതേ രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ ലൂസായിട്ടാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും മാവൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി വരും. അരമണിക്കൂർ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ തുറന്ന് നോക്കുമ്പോഴേക്കും മാവൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ലൂസായിട്ടാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഉപ്പ് നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയത്ത് ഇളക്കി കൊടുക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം ഒന്ന് മിക്സാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മാവ് പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. നല്ല പോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിവിടെ 1 കൈയിലോളം മാവാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹോൾസൊക്കെ വന്ന് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമായിരിക്കും. നമുക്ക് ഈ അപ്പം ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പത്തിനൊക്കെ നിറയെ ഹോൾസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പം പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പമൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലോ ഗീയോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ അപ്പത്തിൻ്റെ ബാറ്ററിൽ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അപ്പം കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് മറ്റെന്ത് കടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദോശയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഒക്കെ അത്രയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന വേറൊന്നും ഉണ്ടാവില്ല. ഇതേ മാവ് വെച്ച് തന്നെ നമുക്ക് പല രീതിയിൽ ദോശ ചുട്ടെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മാവ് കുഴച്ച് കൊടുത്ത് നമ്മൾ നോർമലി ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ നല്ല പോലെ പരത്തി കൊടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. കുറച്ച് ഓയിലോ ഗീയോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അപ്പം ഒന്ന് റെഡിയാക്കി നോക്കാത്തവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസ്റ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അപ്പം സോഡ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.